Hi friends, welcome back. ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും അതുപോലെ തന്നെ പെട്ടെന്നൊരു വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 6 ബ്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതിപ്പോൾ അധികം വലിപ്പമില്ലാത്ത ടൈപ്പ് ആയതുകൊണ്ടാട്ടോ ഞാൻ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 പീസസ് ഒക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 എണ്ണം ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കോഴിമുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡ് എടുത്തതുകൊണ്ടാണ് 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അധികമായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ ഉപ്പ് മതി. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിച്ചപ്പ് നല്ല കുഞ്ഞിതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആട്ടോ. അപ്പോൾ ഞാനൊരു 3 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരിക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങനെ ജസ്റ്റ് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കുക. പിന്നെ ആ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഓരോ പീസസ് ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഫ്ലെയിം മീഡിയത്തിലേക്കൊട്ടൊന്നും മാറ്റണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കോരുമ്പോൾ അതിൽ എണ്ണ ഒന്നും കുടിക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് ഒന്നും വേവാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതാ ബ്രെഡ് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കോരിയെടുക്കുക. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ കഴിക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു പീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡിൽ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇനി മൊത്തമായിട്ട് മയോണൈസ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മയോണൈസും പിന്നെ ഒരു സൈഡിൽ നമുക്കിതുപോലെ കെച്ചപ്പും കൂടി ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ മയോണൈസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.